ഇത് ഈ പെണ്ണിന് ഞാൻ ഇട്ടിരിക്കുന്ന പേര് കിളവി നോറ. ഇവളെ ശരിക്കുള്ള പേര് പോലും പറയാനുള്ള ഇതില്ലാത്ത ആളാണ്. എന്തിനാണ് ഇവളെ എടുത്തു വെച്ചിരിക്കുന്നത്? മറ്റേ അഖിൽ പറഞ്ഞ സംഭവം ഇവളാണോ എന്ന് ഇവളെ കാണുമ്പോൾ എനിക്കൊരു ചെറിയ ഡൗട്ടൊക്കെ വരുന്നുണ്ട്. ഇതിപ്പോൾ കോൺട്രവേഴ്സി ആയി പോകും. ഇതിപ്പോൾ ഞാൻ എൻ്റെ ചാനൽ വലുതല്ലാത്തതുകൊണ്ട് കോൺട്രവേഴ്സി ആവാനുള്ള സാധ്യതയില്ല. ചിലപ്പോൾ വലുതായിരുന്നെങ്കിൽ ഇത് വലിയ പ്രശ്നമാണ്. എന്ത് തേങ്ങയ്ക്ക ഈ മയിരി പെണ്ണിനെ ഇവിടെ എടുത്തു വെച്ചേക്കുന്നതെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ജിൻഡോയെ പൊട്ടൻ 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 എന്ന് പറഞ്ഞ് നിലവാരമില്ല നിലവാരമില്ലെന്ന് പറഞ്ഞാൽ ഗബരി 100 പ്രാവശ്യം പറയും. ആ മരുന്നോട് എനിക്ക് ചോദിക്കാനുള്ളത്, അവനെന്ത് നിലവാരമാണ് ഉള്ളത്? മറ്റേ ജാസ്മിൻ്റെ മൂടും താങ്ങി നടക്കുന്നത്. വേറെന്താ അവൻ അവിടെ ചെയ്യുന്നത്? ഈ നോറയുടെ കാര്യം പറഞ്ഞാൽ എന്തിനാ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത്? ഈ മോഹൻലാൽ എന്ന് പറയുന്ന വലിയ മനുഷ്യൻ 2 ആഴ്ചയ്ക്ക് മുമ്പേ ചോദിച്ചതാണ്, സെബിൻ എന്ന് പറയുന്ന ആൾക്ക് നിങ്ങൾക്ക് ക്വാളിറ്റി ഉണ്ടോ എന്നും പറഞ്ഞ് കുറേ മൈരവർത്തനം പറഞ്ഞിട്ട് പുള്ളി പോയി. അവനെ പുറത്താക്കാനുള്ള കാരണം അതാണ്. അവൻ തന്നെ പുറത്തായതാണ്. പക്ഷേ അത് അവസാനം അവനെ പുറത്താക്കിയതാണ് എന്നൊക്കെയാണ് അഖിൽ മാരാർ പറഞ്ഞു നടക്കുന്നത്. എന്താ കാര്യമൊന്നും അറിയില്ല. സെബിൻ്റെ വർത്തമാനത്തിലും അതുണ്ട്. പുള്ളി പറയുന്നത് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ഞാൻ പുറത്ത് വന്നത്, അപ്പോഴേക്കും അവർ എന്നെ കയറ്റി വിട്ടു എന്നാണ്. അതെന്തെങ്കിലും ആവട്ടെ, അത് എന്താണേലും സത്യം ഒരു ദിവസം തെളിയുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഈ പെണ്ണിനെ എന്തിനാണ് എടുത്തു വെച്ചിരിക്കുന്നത്? ഈ നോറ എന്ന് പറയുന്ന ആളുടെ എന്തിനാ ഇതുപോലത്തെ ഒരു ശവം ഈ ഷോയിൽ? ചുമ്മാ കരയാനോ? എന്നിട്ട് അവൾക്ക് വെളിയിൽ കുറേ സപ്പോർട്ടുണ്ട്, എല്ലാ പ്രാവശ്യവും അവൾ രക്ഷപ്പെടുന്നുണ്ട്. അതോ ഇനി അതും കള്ളത്തരമാണോ? ഈ ഏഷ്യാനെറ്റിൻ്റെ തലപ്പത്തു നിന്നുള്ള ആൾക്കാർ അതൊന്നും അന്വേഷണ കമ്മീഷൻ വെച്ചിട്ടുണ്ടെന്നൊക്കെയാണ് ഇന്നലെ മിസ്റ്റർ അഖിൽ മാരാർ വന്ന് തള്ളിയിട്ട് പോയത്. പുള്ളി തള്ളുന്നതാണേലും തള്ളുന്നത് ഒരു ഇടയ്ക്കൊക്കെ രസമുണ്ട്. ഇടയ്ക്കൊക്കെ പുള്ളിയുടെ തനി സ്വഭാവം പുറത്തു വരും. തനി സ്വഭാവം എന്ന് പറയുമ്പോൾ മറ്റേ റിനോഷിനെ പറയുന്നത് അവനെ അളിയൻ എന്തിനാ പുള്ളിയുടെ കൂട്ടുകാരൻ പറഞ്ഞത്, കുറേ കൂട്ടുകാർ പുള്ളിയുടെ പറഞ്ഞു വന്നു. മറ്റേ ജോർജ് ജോർജും മറ്റേ സാബുമോനൊക്കെ ആയിരിക്കും. അളിയൻ എന്തിനാ അളിയാ ഇവനൊക്കെ പറയുന്നതിന് റിയാക്ട് ചെയ്യുന്നത്? ഇവൻ്റെയൊക്കെ പേര് അളിയൻ്റെ ചാനൽ എന്തിനാ അളിയാ പറയുന്നത്? അതുകൊണ്ട് അളിയൻ അവർക്കൊക്കെ റീച്ച് ഉണ്ടാക്കി കൊടുക്കില്ല. അവനൊന്നും ആരുമല്ല, അവനെ ഒരു ആളറിയത്തില്ല. ഇയാൾ ജനിച്ചപ്പോഴേ പിന്നെ മോഹൻലാലായിരുന്നല്ലോ. മോഹൻലാൽ, മമ്മൂട്ടി എന്ന് പറയുന്ന ഈ ഭയങ്കര നടന്മാരുടെ പഴയ കഥകൾ, പഴയ പടങ്ങൾ എടുത്തു നോക്കടേ. മേള എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട് മമ്മൂട്ടിയുടെ, അതെടുത്തു നോക്ക്. മമ്മൂട്ടിക്ക് 500 രൂപ ചെക്കാണ് ശ്രീനിവാസൻ കൊടുത്തതെന്നാണ് മമ്മൂട്ടി ഒരു ഇതിൽ പറഞ്ഞത്. ഈ മേള എന്ന് പറയുന്നത് മമ്മൂട്ടി 10 വർഷം സിനിമയിൽ കയറാൻ വേണ്ടി കഷ്ടപ്പെട്ടിട്ട് കിട്ടിയ ഒരു സിനിമയാണ്. അതിൽ പുള്ളിയുടെ അഭിനയത്തിൻ്റെ ക്വാളിറ്റി നോക്ക്. അഭിനയിക്കാൻ അറിയില്ല. അത്രയും ക്വാളിറ്റിയുള്ള, അത്രയ്ക്കും ലോ ക്വാളിറ്റി ആയിട്ടുള്ള ആൾക്കാരാണ് സിനിമ ഇൻഡസ്ട്രിയിൽ പണ്ടുണ്ടായിരുന്നിട്ടുള്ളത്, ഇന്ന് വലിയ രാജാക്കന്മാരായിട്ടുള്ളത് എന്ന് പറഞ്ഞ് ഇപ്പോൾ ഉള്ള ഈ യൂട്യൂബിലും അതിലൊക്കെ ഉള്ള ആൾക്കാരെ ഈ അടച്ച് മറ്റേ ഒരുമാതിരി അശുവാക്കുന്ന പരിപാടി ഉണ്ടല്ലോ ഈ അഖിൽ മാരാർ. അതാണ് എനിക്ക് ഇഷ്ടപ്പെടാത്തത് പുള്ളിയുടെ അടുത്ത്. എന്ത് പറഞ്ഞാലും പുള്ളി ഉടനെ ഒരു ഡയലോഗ് അടിക്കും. അവനൊന്നും ഒരു ആളുമല്ല, അവൻ്റെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമാണ്, അവൻ വേസ്റ്റാണ്, അവൻ ഇതാണ്, അവൻ അതാണ്. അവൻ എന്തെങ്കിലും ആവട്ടെ, അവൻ പറയുന്ന കാര്യത്തിൽ ഒരു കഴിവുണ്ടോ? അത് നോക്കിയാൽ പോരെ? അവൻ്റെ ഫൈനാൻഷ്യൽ സ്റ്റാറ്റസ് വെച്ചിട്ടാണോ? ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ അമിത്ഷായോ ഇല്ല മറ്റേ മോഡി എന്ന് പറയുന്ന ആളിനെ കുറിച്ച് താനൊക്കെ കിടന്ന് ഇങ്ങനെ വിളിച്ചു പോകുന്നുണ്ടല്ലോ. പിണറായി വിജയനെ കുറിച്ചൊക്കെ താൻ വിളിച്ചു പോകാറുണ്ടല്ലോ. തന്നെ പോലെ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ നാട്ടിൽ, മറ്റേ രാഷ്ട്രീയക്കാർ, വലിയ വലിയ കോടീശ്വരന്മാരെ കുറിച്ചൊക്കെ താൻ വിളിച്ചു പോകുമ്പോൾ താൻ എന്ത് ചെയ്തിട്ടാ? താനാരാ അതൊക്കെ വിളിച്ചു പോകാൻ? അല്ലെങ്കിൽ ഇപ്പോൾ ലാലേട്ടനെ കുറിച്ച് കുറ്റം പറയുന്ന കുറേ ആൾക്കാർ, ഞാൻ തന്നെ പറയുന്നുണ്ട്, ലാലേട്ടൻ എന്ന് പറയുന്നത് പുള്ളി ഭയങ്കര വളിപ്പാണ്, പുള്ളി മറ്റേ ഈ പരിപാടിയിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്, ആഴ്ചയിൽ കാശ് കിട്ടുന്നു പറഞ്ഞ് ഇങ്ങനെ ഒന്ന് വെളിപ്പ് കാണിക്കാൻ പാടില്ല എന്ന് ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ എന്ന് പറയുമ്പോൾ എനിക്ക് ലാലേട്ടൻ്റെ മുന്നിൽ എനിക്കൊരു വിലയില്ല, അതെനിക്കറിയാം. പക്ഷേ എൻ്റെ സ്പേസിൽ ഞാൻ പറയുന്നു. അത് സഹിച്ചില്ലെങ്കിൽ ഇപ്പോൾ റിനോഷിനെ പോലത്തെ ഒരാൾ തന്നെ കുറിച്ച് പറഞ്ഞു, അപ്പോൾ താൻ മറുപടി പറയുക. അല്ലാതെ വന്നിട്ട് എന്ത് വക ഉള്ള വർത്താനാണ്? അവൻ റീച്ചില്ല, അവൻ റീച്ച് ഉണ്ടാക്കുകയാണ്, അവൻ അതാണ്, അവൻ ഫൈനാൻഷ്യലി അവൻ സ്റ്റേബിൾ, ഫൈനാൻഷ്യലി ഇയാൾ മാത്രമേ ഉള്ളൂ മറ്റിടത്തെ ഒരു രാജാവിൻ്റെ മകൻ. ഈ വക വർത്താനമാണ് എനിക്ക് ഈ അഖിൽ മാരാറിൻ്റെ അടുത്ത് ഇഷ്ടപ്പെടാത്തത്. എന്നാലും വന്ന് ഫുള്ള് തള്ളുമായിരുന്നു. ഭയങ്കര ഇതായിരുന്നു. ഈടോ തോന്നി ഇടം മണങ്കുണാപ്പ മണ്ടങ്കുണാപ്പി ഇതെന്നും പറഞ്ഞാൽ മറ്റേ റിനോഷ് പൊട്ടനാണ്, പോട്ടെ. റിനോഷിനെ കുറിച്ച് പക്ഷേ ഈ പോയിന്റ് എന്തിനാണ് പറയുന്നത്? അവൻ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അവനെ മറ്റേ ഇത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അവന് 5 പൈസ ഇല്ല, അവനൊന്നുമില്ല, പ്രോജക്റ്റില്ല. അവൻ തെണ്ടി, അവൻ കുത്തുവാള എടുക്കട്ടെ. തനിക്കെന്താടോ? താൻ ഭയങ്കര സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരാൾ, താൻ ഭയങ്കര ഒരു സംഭവം. ഒരു ദേഷ്യം വന്നിട്ടാണ് ഇയാളുടെ വക ഇയാളുടെ ഇമാതിരി വർത്തമാനം കേൾക്കുമ്പോൾ. ആ ക്വാളിറ്റിയുള്ള ആൾക്കാരാണ് ഈ നിൽക്കുന്ന ഈ നോറ, പിന്നെ ജാസ്മിന്. എന്ത് പറഞ്ഞാലും മറ്റേ ഗബരി പറയും നിലവാരം ഇല്ലാത്തവനെ, ഉളിപ്പില്ലാത്തവനെ. നിനക്ക് ഉളിപ്പുണ്ടോ? നിനക്ക് നിലവാരമുണ്ടോ? ഈ ഗബരി എന്ന് പറയുന്ന ആൾക്ക് നിലവാരമുണ്ടോ? പിന്നെ ഏറ്റവും നല്ല ക്യാപ്റ്റനായിരുന്നു അതായി നിൽക്കുന്ന ശവം തന്നെ എനിക്ക് പറയാൻ തോന്നുന്നു. ഇവിടെ അച്ഛൻ മറ്റേ ആർമി ഓഫീസറാണ്, ആനയാണ്, അണ്ടിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് മറ്റേ രതീഷിൻ്റെ ആക്ഷൻ ആയിട്ടില്ലേ, ആ വീഡിയോ ഞാൻ പിന്നെ വെക്കാം. നമ്മുടെ അടുത്ത ഒരാൾ ശരണ്യ ആ പാവ ടാസ്ക് കിട്ടിയപ്പോൾ ആ പാവയെ അടുത്തിരുത്തിരിക്കുകയാണ്. ഇവിടെ കൈ എവിടെ വെക്കുന്നത് നോക്കും. ഇത്ര ബോധമില്ലാത്ത ആൾക്കാരാണ് ഇതുപോലെ അത് എന്നാൽ ടെലികാസ്റ്റ് ചെയ്യാതെങ്കിലും ഇരുന്നൂടെ? ആ മൈരം ബിഗ് ബോസിലെ മറ്റേ ക്യാമറ നോക്കുന്ന ആൾക്കാർക്ക് അവരത് ടെലികാസ്റ്റ് ചെയ്യുകയും ചെയ്തു. അവളുടെ കൈ ഇരിക്കുന്ന കണ്ടില്ലേ?
ഞാനത് റിപ്പീറ്റിലിട്ടാണ്. താ വരുന്നു അപ്സറ കുലുങ്ങുന്ന കണ്ടോണേ ഇപ്പോൾ. ഡിങ് 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 ആ ഡിങ് 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 ആ ഡിങ് 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 കുലുങ്ങുന്നുണ്ടല്ലേ. ഇവിടെ ഫിറ്റായിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വേണ്ട ഈ പരിപാടി ചെയ്യാൻ. ഇന്ത്യ ഒരു ആർമിയുടെ ഒരു ആ താഴത്തെ കുപ്പായ ഇട്ടാലും മേളത്തെ കുപ്പായ ഇട്ടാലും ആർമിയുടെ ആ ഒരു കുപ്പായ ഇടുമ്പോൾ അതിനൊരു റെസ്പെക്റ്റ് വേണ്ട. ഇവിടെ മറ്റേ NCCയിലായിരുന്നു, ആനയായിരുന്നു, അണ്ടിയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നടക്കുന്നുണ്ടല്ലേ. പിന്നെ നമ്മുടെ അരിയണ്ണനെ ആകെ വയ്യാണ്ടായിരിക്കുകയാണ്. പുള്ളിയിൽ എനിക്ക് വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു. പുള്ളി പുറത്ത് പോകുമെന്നാണ് തോന്നുന്നത്. പക്ഷെ പുള്ളി പുറത്ത് പോയാൽ നല്ലത് തന്നെയാണ്. എന്താണെന്ന് വെച്ചാൽ കാരണം അവിടെ സ്നേഹം മറ്റേ ജിത്തുബായും കൂടെ കുളവാക്കി വെച്ചിട്ടുണ്ട്. യൂട്യൂബ് മറ്റേ ചാനൽ, സീക്രട്ട് ഏജൻറ്റ് ചാനലേ. അരിയണ്ണന് എത്ര ശമ്പളം എന്നറിയില്ല. ഇവിടെ ആകെ വിഷമത്തിലാണ് പുള്ളി. ഭയങ്കര വേദനയില്ലെന്നാണ് പറയുന്നത്. പുള്ളി പുറത്ത് പോയിട്ട് പുള്ളിയുടെ വീഡിയോ പരിപാടിയായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്താണെങ്കിലും പുള്ളിയുടെ പെർഫോമൻസ് കണ്ടിട്ട് എനിക്ക് തോന്നുന്നില്ല പുള്ളി മറ്റേ കപ്പ് ജയിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പുള്ളിയിൽ വലിയൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അങ്ങനെ പുള്ളി പുറത്ത് പോകാറായി. അപ്പോൾ ഞാൻ കുറേ ടോപ്പിക്സ് ഒരുമിച്ചാണ് സംസാരിച്ചത്. അപ്പോൾ എന്താണേലും പുള്ളി പുറത്ത് പോയിട്ട് പുള്ളിയുടെ യൂട്യൂബ് ചാനൽ ശരിക്കും ഒന്ന് നോക്കി നടത്തി കഴിഞ്ഞാൽ തന്നെ ഇതിലും കൂടുതൽ കാശ് കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇവിടെ നിന്നിട്ട് പുള്ളിയുടെ യൂട്യൂബ് ചാനൽ പഴയ പോവാണ്. ഇവിടെ നിന്നിട്ട് വലിയ കാര്യമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആദ്യം കുറച്ച് സ്ട്രാറ്റജിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ പുള്ളി ആകെ വയ്യാണ്ടായിരിക്കുക. ആകെ വേദനയെന്നാണ് പറയുന്നത്. എന്താ സംഭവിച്ചതെന്നാണ്. തവണയിലും പുള്ളി അടുത്ത് തന്നെ പുറത്ത് പോകുമെന്നാണ് തോന്നുന്നത്. മറ്റേ പൂജ എന്ന് പറയുന്ന ആൾ ഡിസ്ക് സ്ലിപ്പായെന്നൊക്കെ പറഞ്ഞാണ് ഞാൻ കേട്ടത്. പക്ഷേ പുള്ളിക്കാരെ അവിടെ റീലൊക്കെ ഇട്ട് കളിക്കുന്നുണ്ട്. ഒരു ഡിസ്ക് സ്ലിപ്പൊന്നുമില്ല. ഇത് മറ്റേ അഖിൽമാരാർ പറഞ്ഞ പോലെ എന്തോ മേളിൽ നിന്നുള്ള അവരുടെ മറ്റേ പൊളിറ്റിക്സാണ്. ഇവൻ്റെ ശിവനെ പുറത്താക്കിയപ്പോൾ അതിൻ്റെ കൂടെ പൂജയും കൂടെ പുറത്താക്കാനുള്ള ഒരു ഇതാണ്. അവൾക്ക് എന്തോ മറ്റേ അഖിൽ പറഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിൽ അവൾക്ക് എന്തെങ്കിലും ഡ്രഗ്സൊക്കെ കൊടുത്തോണം, എന്തെങ്കിലും മറ്റേ ടാബ്ലറ്റൊക്കെ കൊടുത്ത് അവൾക്ക് എന്തെങ്കിലും വേദന വരുത്തി കാണുമെന്നാണ് തോന്നുന്നത്. അതാണേലും ഒരു അഴിച്ചുപണി എന്ന് പറയുന്ന സംഭവം നടക്കാനുള്ള ഒരു നല്ലൊരു സാധ്യതയുണ്ട് നമ്മുടെ ബിഗ് ബോസിൽ. അതിനുള്ള ഒരു തുടക്കം കുറിച്ചു എന്നാണ് ഇന്നലെ അഖിൽ പറഞ്ഞത്. ആണെങ്കിലും നോക്കാം നമുക്ക് അടുത്ത ദിവസങ്ങളിൽ. ചുമ്മാ 2-3 ദിവസമായല്ലോ വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തങ്ങിടാമെന്ന് വിചാരിച്ചു. ഓക്കെ ഗൈസ്.